നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ഒരു ചെറിയ കുപ്പിയിൽ അല്പം ചെളിവെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇത് ഇന്നലെ സമരം നടത്തിയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളുടെ മേൽ പോലീസ് ജലപീരങ്കിയിൽ നിന്ന് ഒഴിച്ച വെള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കുക ചെയ്തിരുന്നു. അതിന് കൃത്യമായിട്ട് രമേശ് ചെന്നിത്തല മറുപടി നൽകുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ AIYF-ഉം AISF-ഉം നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഗുണമേന്മയെ ചൊല്ലിയായിരുന്നു നിയമസഭയിൽ ഇന്നലെ തർക്കം ഉടലെടുത്തത്. ഈ വിഷയം ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിണറായി മലിനജലം കുപ്പിയിൽ ശേഖരിച്ച് എത്തിയാണ് വിഷയം സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം ലാത്തിച്ചാർജും ജലപീരങ്കിയും നേരിടേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പ്രതിഷേധിച്ചത്. ഇതിനിടെ പിണറായിയുടെ കയ്യിൽ മലിനജലം എത്തിയ വഴി എങ്ങനെയെന്ന് ഇന്നത്തെ പത്രങ്ങളിലൂടെ പുറത്തു വന്നു. മെട്രോ വാർത്തയിലെ ചീഫ് ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രൻ പകർത്തിയ ചിത്രങ്ങളാണ് ഇന്ന് ആയുധമാക്കി കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നിലത്ത് വീണ വെള്ളം കുപ്പിയിൽ കോരിയെടുക്കുന്ന പ്രവർത്തകനെയും ആ വെള്ളവുമായി നിയമസഭയിലേക്ക് പോകുന്ന MLA രാജനെയും ഇന്ന് പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ കാണാം. ഇതോടുകൂടി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയന്റെ കയ്യിൽ എത്തിയിട്ടുള്ള ആ കുപ്പിവെള്ളം എങ്ങനെ വന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ വിഷയം അവതരിപ്പിക്കുന്നതും വാർത്താ ചിത്രമായി നൽകിയിട്ടുണ്ട്. ജലപീരങ്കിയിൽ നിന്നും റോഡിൽ വീണ വെള്ളം കുപ്പിയിലാക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. ഇന്നലെ പിണറായി വിജയൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ ചിത്രം, അതായത് വെള്ളം കോരിയെടുത്ത് പിന്നീട് MLA രാജനും അതിനുശേഷം പിണറായി വിജയനും ഈ കുപ്പിയുമായി നിൽക്കുന്ന ചിത്രം അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് താഴെ എഴുതിയിട്ടുള്ള കുറിപ്പ് പ്രകാരമാണ് രാജനും വിജയനും ഒക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിൽ ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡ സർബത്താകുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് CPI യുവജന വിദ്യാർത്ഥി സംഘടനയായ AIYF-ഉം AISF-ഉം നടത്തിയ പ്രതിഷേധം സംഘർഷമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിൽ ചെളിവെള്ളം ഉണ്ടായെന്ന ആരോപണത്തിലാണ് നിയമസഭയിൽ പ്രതിഷേധിച്ച് പിണറായി സഭയിൽ രംഗത്ത് വന്നത്. പിണറായി വിജയന് മറുപടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പ്രതിഷേധത്തിനെതിരെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിച്ച വെള്ളം കുപ്പിയിൽ കൊണ്ടുവന്നാണ് പിണറായി വിജയൻ ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിന് മറുപടിയായിട്ടായിരുന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്തടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് വസ്ത്രത്തിന്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ, അതങ്ങ് ശീലമായിക്കോളും സമരാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും പ്രതിഷേധക്കാരെ നേരിടാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് മുന്നിൽ ബാരിക്കേഡ് സ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. തുടർന്നാണ് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞത്. അരമണിക്കൂറുകൾക്ക് ശേഷം ശരീരമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടുകയായിരുന്നെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പറഞ്ഞു. ആദ്യം ജലപീരങ്കിയിൽ നിന്നും കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള വെള്ളവുമാണ് വന്നതെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയത്. കക്കൂസ് മാലിന്യം കലർന്നിട്ടുള്ള വെള്ളമാണോ ഉപയോഗിച്ചതെന്ന സംശയവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. വിദ്യാർത്ഥികളെ പിന്തുണച്ച് തൃശൂർ ഒല്ലൂർ MLA K രാജൻ രംഗത്തെത്തിയിരുന്നു. പോലീസ് നടപടി ചെറുതായി കാണുന്നില്ല, ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കമാണ് നടന്നത്. സമരം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടാണെങ്കിൽ സർക്കാർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് സാധാരണ സമയമല്ലെന്ന് കൂടി ഓർക്കണം. പകർച്ചവ്യാധികൾ പടരുന്ന കാലമാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ചെളിവെള്ളം ഉപയോഗിച്ചത്? ഇതിന് സർക്കാർ മറുപടി പറയണമെന്നായിരുന്നു K രാജൻ പ്രതികരിച്ചത്. അതിനുശേഷമാണ് റോഡിൽ കിടന്ന വെള്ളം കോരിയെടുത്തുകൊണ്ട്
വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് സഭയിൽ കൊണ്ടുകൊടുക്കുന്നതും പ്രതിപക്ഷ നേതാവ് അതിനനുസരിച്ചിട്ട് അവിടെ കിടന്ന് സംസാരിച്ചതും. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ആദ്യമായല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നത്, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് എടുത്ത വെള്ളമാണ് ജലപീരങ്കിയിൽ പ്രയോഗിച്ചതെന്നും പഴയ കാലത്തെ ടാങ്കറിൽ നിന്ന് എടുത്ത വെള്ളമാകാമെന്നും മന്ത്രി പ്രതികരിച്ചു. വിഷയം പരിശോധിക്കാൻ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെള്ളം ലബോറട്ടറിയിൽ അയക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയത്. അതായത് അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള മറുപടിയാണ് നൽകിയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ സഭയിൽ ആഞ്ഞടിക്കാമായിരുന്നു. 10 വർഷത്തോളം കാലം ഞങ്ങളുടെ കുട്ടികൾ സമരം ചെയ്തപ്പോൾ അവരുടെ ദേഹത്ത് തളിച്ചത് പനിനീരല്ലല്ലോ എന്ന് വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ഈ വെള്ളം ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായിട്ട് അയക്കുമെന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി മറുപടി നൽകിയത്. ഏതായാലും നിരവധി കമന്റുകളാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചില കമന്റുകൾ വായിക്കാം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റിന് താഴെയൊക്കെ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതലും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ പല പ്രസ്താവനകളെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് അതിന് താഴെ വരാറുള്ളത്. ചില കമന്റുകൾ ഞാൻ വായിക്കാം. കരിങ്കൊടി കാണിച്ചതിന് സമരക്കാരെ ലാത്തി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തലക്കടിച്ച് വീഴ്ത്തിയ കൊടും ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചയാൾ ഇന്ന് യുവജന സമരത്തെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. ജലപീരങ്കിയിൽ മലിനജലമായിരുന്നത്രേ, എന്നാൽ പിന്നെ ജലപീരങ്കിയിൽ മിനറൽ വാട്ടർ നിറച്ച് അടിച്ചു തരാം നാളെ മുതൽ. ഇതാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ രാജിന്റെയും വിജയന്റെയും തലയ്ക്കകത്ത് ചെളി, കയ്യിലും ചെളി, ഇരട്ടച്ചങ്ങനാണ് പോലും ഇരട്ടച്ചങ്ങൻ, ചെളിവെള്ളം കെട്ടിപ്പൊതിഞ്ഞ് പാഴ്സലാക്കിയാണ് സഭയിലെത്തിയത്. ഇതാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. കമ്മികൾ എന്നാലേ കള്ളത്തരത്തിന്റെ ഒരു കൊട്ടാരമാണ്. ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇതുവരെ ഇവന്മാർ അധികാരത്തിലിരിക്കുന്നത്. ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നിയമസഭയിൽ വരാൻ പിണറായി വിജയന് നാണമില്ലേ? ഇവിടെ ഓരോ നാടകവും പൊളിയുകയാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ അവസ്ഥ റോഡിൽ കിടന്ന കലക്കവെള്ളം കുപ്പിയിൽ നിറച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. കഷ്ടം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.